പോസ്റ്റ്മാൻ എന്താണെന്നുള്ളതും HTTP സ്റ്റാറ്റസ് കോഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പോസ്റ്റ്മാനിൻ്റെ ഡിഫറെൻറ്റ് HTTP മെത്തേഡ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. നമുക്ക് APIക്ക് വേണ്ടി നമുക്കൊരു ഒരു ഫേക്ക് സ്റ്റോർ API എന്ന് പറയുന്ന ഒരു സെർവർ ഉണ്ട്, ഒരു ഡൊമൈൻ ഉണ്ട്. അതിൽ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് e-commerceനോട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് API കിട്ടും. ഡാറ്റ ഉള്ള API തന്നെയാണത്. അത് പക്ഷേ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പെർസിസ്റ്റ് ഒന്നും ചെയ്യില്ല, ഓരോ ദിവസം അത് ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതിനെ APIനെ എങ്ങനെ വിളിക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഇതാണ് APIൻ്റെ URL. ഓക്കെ, അപ്പോൾ ഈ APIൻ്റെ URL ഞാനിവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കുകയാണ്. ഇത് ഗെറ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഗെറ്റ് മെത്തേഡാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഡാറ്റ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡാറ്റ ഇത് നമ്മൾ നേരത്തെ കണ്ട ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അതേപോലെ തന്നെയാണത്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൻ്റെ പോലെ തന്നെയാണ് നേരത്തെ നമ്മൾ HTML ചെയ്തിട്ടുണ്ടായിരുന്ന ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റും ഏകദേശം ഇതേപോലെ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. കീ വാല്യൂ പെയറായിട്ട് അരയായിട്ടുള്ള ഇതിവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അരയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഫോർമാറ്റിന് നമ്മൾ പറയുന്ന പേരാണ് JSON ഫോർമാറ്റ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഇത് രണ്ടും കൂടെ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കീക്കും ഡബിൾ കോട്ട്സ് ഉണ്ട്, എല്ലാ കീക്കും ഡബിൾ കോട്ട്സ് ഉണ്ട്. വാല്യൂവിന് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സ് ഇല്ല, സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് JSON ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഫോർമാറ്റിനോട് വളരെ സിമിലർ ആയിട്ടുള്ളതാണ് JSON ഫോർമാറ്റ് എന്നുള്ളത്. ഈ JSON എന്താണെന്നുള്ളത് ഞാൻ ഗൂഗിളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് JSON എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബേസ്ഡ് ഫോർമാറ്റ് ഫോർ റെപ്രസെൻറ്റിംഗ് സ്ട്രക്ചേർഡ് ഡാറ്റ ബേസ്ഡ് ഓൺ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് സിൻടാക്സ്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അതേ സിൻടാക്സ് തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ദിസ് കോമൺലി യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഇൻ വെബ് ആപ്ലിക്കേഷൻ, സെൻഡിങ് സം ഡാറ്റ ഫ്രം സെർവർ ടു ക്ലയൻറ്റ്, സോ ഇറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ വെബ് പേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് ഡാറ്റ പാസ് ചെയ്യാനും അതേപോലെ ക്ലയൻറ്റിൽ നിന്ന് സെർവർക്ക് ഡാറ്റ പാസ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് JSON ഫോർമാറ്റ്. വെബ് ആപ്ലിക്കേഷൻ്റെ കേസിൽ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് JSON എന്ന് പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, ഇത് വളരെ കോമൺ. REST APIയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക JSON ഡാറ്റ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫേക്ക് സ്റ്റോർ API അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ കീബോർഡിൻ്റെ API ആണെങ്കിലും ഇതിൽ യാതൊരു ഡിഫറൻസും ഇല്ല. APIൻ്റെ URL കൊടുക്കുന്നു, നമ്മളിവിടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമുക്കിവിടെ താഴെ നമുക്ക് റെസ്പോൺസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു JSON അരയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് APIനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പോസ്റ്റ്മാൻ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും API വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. റിയൽ വേൾഡിൽ ശരിക്കും ഇതിനെ ഉപയോഗിക്കുന്നത് നമ്മൾ പോസ്റ്റ്മാൻ നല്ല ഉപയോഗിക്കുക. പോസ്റ്റ്മാൻ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗെറ്റ് API എന്ന് പറയുന്നത്. ഗെറ്റ് എന്നുള്ളത് നമുക്ക് ഡാറ്റ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഒരു കളക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ URL എപ്പോഴും പ്രോഡക്ട്സ് എന്നുള്ള URL ആണ് നമ്മൾ കൊടുക്കുക. API ഡെവലപ്പ് ചെയ്യുന്നവരാണ് അത് കൊടുക്കുന്നത്. /products എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പ്രോഡക്റ്റിനെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി എനിക്കൊരു സിംഗിൾ പ്രോഡക്റ്റിന് ഇവിടെ നമുക്ക് ID1 ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഈ ID1 ഉള്ള പ്രോഡക്റ്റിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ /1 കൊടുത്താൽ മതി. ഇത് REST APIൻ്റെ സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയത് സിംഗിൾ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ അരയല്ല, സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല. നേരത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല. ഇവിടെ നമുക്ക് സിംഗിൾ ഒബ്ജക്റ്റ് ആണ് കിട്ടിയത്. ഇതും REST APIൻ്റെ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ വെച്ചിട്ട് വിളിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അരയാണ് എക്സ്പെക്ട് ചെയ്യുക. പ്ലൂറൽ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ സിംഗിൾ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡാണ്, സ്റ്റാൻഡേർഡിന് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാനാണ് നോക്കേണ്ടത്. അതേപോലെ URL കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഗെറ്റ് പ്രോഡക്റ്റ് ഒന്നും ഒരിക്കലും കൊടുക്കില്ല. REST APIയിലാണെങ്കിൽ പ്രോഡക്ട്സ്, കാറ്റഗറീസ്, ബ്രാൻഡ്സ്, അതേപോലെ റിവ്യൂസ്, റേറ്റിംഗ്സ് ഇതെല്ലാം നമ്മൾ നൗണേ ഉപയോഗിക്കുള്ളൂ. ഇംഗ്ലീഷിൽ നമ്മൾ നൗണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്കറിയാം വെർബ് ഗെറ്റ് എന്ന് പറയുന്നത് ഒരു വെർബാണ് അല്ലേ. അതേപോലെ ക്രിയേറ്റ് എന്ന് പറയുന്നത്, അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വെർബാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും REST APIയിൽ വെർബ് ഉപയോഗിക്കില്ല. URL ഒരിക്കലും വെർബ് ഉപയോഗിക്കില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക നൗണാണ് ഉപയോഗിക്കുക. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഡക്ട്സ് ഓക്കെ, അതേപോലെ കാറ്റഗറീസ്, ബ്രാൻഡ്സ് ഇതെല്ലാം നമ്മൾ നൗണേ ഉപയോഗിക്കുള്ളൂ. അപ്പം നെയിമിങ്ങും API ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ നെയിമിങ്ങോട് ശ്രദ്ധിക്കണം. അങ്ങനത്തെ നെയിമാണ് നമ്മൾ പൊതുവെ കൊടുക്കേണ്ടത്.
അല്ലാതെ ഇപ്പോൾ ഗെറ്റ് പ്രോഡക്റ്റ് കൊടുത്താലും URL വർക്കാവും, ആപ്ലിക്കേഷൻ വർക്കാവും. പക്ഷേ അത് സ്റ്റാൻഡേർഡിന് ഒരു പിന്നെ ബാഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ പുവർ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ APIനെ പ്ലൂറൽ വെച്ചിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കളക്ഷനും അതിന് /ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഗിളുമാണ് കിട്ടുക. ഓക്കെ. ഇനി എനിക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇതേ URL തന്നെയാണ്. പ്രോഡക്ട്സിൻ്റെ കളക്ഷനുള്ളിൽ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതേ URL തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ മെത്തേഡ് മാറും. മെത്തേഡ് ഇവിടെ നമുക്ക് പോസ്റ്റായിട്ട് വരും. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേക്ക് സ്റ്റോർ APIയിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആഡ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. മെത്തേഡ് പോസ്റ്റാണ്. എന്നിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് വരെ നമുക്കിവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടൈറ്റിൽ, പ്രൈസ്, ഡിസ്ക്രിപ്ഷന്, ഇമേജിൻ്റെ ഒരു URL ഇതെല്ലാം ഇതിലുള്ളത്. ഞാനിവിടെ വന്നിട്ട് അതിനെ പോസ്റ്റാക്കി. അപ്പോൾ എനിക്കിവിടെ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡാറ്റ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. പോസ്റ്റ് എന്ന് പറയുന്നത് പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ പുതിയ റെക്കോർഡിനുള്ള ഡാറ്റ ഫ്രണ്ട് എൻഡിൽ നിന്ന് ക്ലയൻറ്റ് സൈഡിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ UI എന്നുള്ള ഡാറ്റ ഫീൽഡിൽ നിന്നുള്ള ഡാറ്റകളെല്ലാം എടുത്തിട്ടാണ് നമ്മളിതിനെ കൺസ്ട്രക്ട് ചെയ്യുക. അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതേപോലെ പോസ്റ്റ് APIയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ബോഡി സെക്ഷനിലാണ് കൊടുക്കുക. റിക്വസ്റ്റിന് നമുക്ക് ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു റിക്വസ്റ്റിന് ഒരു URL ഉണ്ടാവും, HTTP മെത്തേഡ് ഉണ്ടാവും, പിന്നെ ഒരു ബോഡി സെക്ഷൻ ഉണ്ടാവും. ഈ ബോഡി സെക്ഷനിൽ വന്നിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഈ ഒരു ഡാറ്റ കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് മാറ്റിയിട്ട് ഞാനിവിടെ JSON ആക്കി കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ URL ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇതിനെല്ലാം ഞാൻ ഡബിൾ കോട്ട്സ് വെച്ചിട്ട് റാപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വാലിഡ് ആയിട്ടുള്ള JSON ആവുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഇതൊരു വാലിഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഞാനിവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെഡ് അണ്ടർലൈൻ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് വാലിഡ് ആയിട്ടുള്ളൊരു JSON ആണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇതിനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ സെർവർക്ക് പോകും. ഓക്കെ. അപ്പോൾ ID 21 വെച്ചിട്ടുള്ള പുതിയൊരു പ്രോഡക്റ്റിനെ ഞാൻ ഇവിടെ കൊടുത്തുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. എന്നിട്ട് അതിൻ്റെ സക്സസ് എനിക്ക് കിട്ടിയത് 200 എന്നുള്ള സക്സസ് ആണ് കിട്ടിയത്. അതിനെടുത്ത ടൈം ഒരു 504 millisecond ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഡാറ്റ ഒന്നുകൂടെ ചേഞ്ച് ചെയ്തിട്ട് ഓക്കെ, ഈ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരു റെക്കോർഡും കൂടെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ ഇത് ഫേക്ക് സ്റ്റോർ API ആയതുകൊണ്ടാണ് ID അതേപോലെ തന്നെ വരുന്നത്. ശരിക്കുള്ള റിയൽ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോരോ ID ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ കൊടുത്ത ഡാറ്റയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ഇത് ഫേക്ക് സ്റ്റോർ എന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റാബേസിലൊന്നും സേവ് ചെയ്യുന്നില്ല. അവർ തൽക്കാലത്തേക്ക് ഒരു ഡീറ്റെയിൽസ് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരുന്നതാണ്. നമ്മൾ പോസ്റ്റ്മാനിലെ ഗെറ്റ് നോക്കി, പോസ്റ്റ് നോക്കി. ഇനി നമുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പുതിയൊരു റിസോഴ്സിന്, റെക്കോർഡിന് നമ്മൾ പൊതുവെ REST APIൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ പുതിയൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി പുട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡാറ്റ അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നേരത്തെയുള്ളൊരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ നേരത്തെയുള്ള ഡാറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നേരത്തെയുള്ള ഒരു പ്രോഡക്റ്റിനാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ ID പറയണം. എന്നാൽ മാത്രമേ അതിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര റിക്വസ്റ്റ് ആണെങ്കിലും പാരലൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പുതിയ റിക്വസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു പുട്ട് API ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. പുട്ട് APIയിൽ ഞാൻ ഇവിടെ വന്ന് അടുത്ത ടാബിൽ വന്നതാണ് ഞാൻ ഇതിൻ്റെ ടൈപ്പ് പുട്ടാക്കി കൊടുത്തു, URL കൊടുത്തു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു പുട്ട് എന്നുള്ളത് നേരത്തെ ഉള്ളതിന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ ഉള്ള ഒരു റെക്കോർഡിന്, ഒരു സിംഗിൾ റെക്കോർഡിന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് products/1 അല്ലെങ്കിൽ 2, 3, 5 ഏതെങ്കിലും ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ ആ ID ഉള്ള റെക്കോർഡിന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ
ഇവിടെ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ഒരു റെക്കോർഡിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഞാൻ പുട്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ URL ഇതുപോലെ /ID വെച്ചിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യേണ്ട പുതിയ ഡാറ്റ, നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റനെ മാറ്റിയിട്ട് പുതിയ ഡാറ്റ കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ പുട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ തൽക്കാലം ഇതന്നെ കോപ്പി ചെയ്യാണ്, എന്നിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 എന്നുള്ളതിൻ്റെ ഞാൻ ഈ പുതിയ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ 5 എന്ന ID ഉള്ള റെക്കോർഡിൻ്റെ ടൈറ്റിലും പ്രൈസും ഡിസ്ക്രിപ്ഷനെല്ലാം മാറ്റിയിട്ട് പുതിയ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് കൊടുത്തു. അപ്പോൾ നമുക്കതിൻ്റെ റെസ്പോൺസ് തിരിച്ചു വന്നു. ID 5 ആണ്, ടൈറ്റിൽ ഞാൻ കൊടുത്തുള്ള ഡീറ്റെയിൽസും വെച്ചാണ് എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുട്ട് API വിളിക്കാൻ പറ്റും. പുട്ടാണെന്നുണ്ടെങ്കിൽ പോസ്റ്റിനാണെങ്കിലും പുട്ടിനാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ട ഡാറ്റ കൊടുക്കൽ ബോഡി സെക്ഷനിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ റോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് JSON ആക്കി കൊടുക്കുന്നു, എന്നിട്ട് ഇവിടെ JSON ഡാറ്റ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു. ഇനി ഡിലീറ്റ് ആണെങ്കിലോ, എനിക്ക് 5 ID ഉള്ള റെക്കോർഡിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ബോഡിയിലൊന്നും കൊടുക്കണ്ട, ഏത് റെക്കോർഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ശരിക്കും സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. നമ്മൾ ഡിലീറ്റ് കൊടുത്തു, എന്നിട്ട് URL കൊടുത്തു. URL ഇവിടെ ID കൂടെ ഉണ്ടായതുകൊണ്ട് സിസ്റ്റത്തിന് മനസ്സിലാവും റെക്കോർഡ് നമ്പർ ID 5 ഉള്ള റെക്കോർഡിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ സെൻഡ് വിളിച്ചു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഡിലീറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 200 റെസ്പോൺസ് വരും. ഓക്കെ, ഏത് റെക്കോർഡാണോ ഡിലീറ്റ് ചെയ്തത് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. പക്ഷേ ഡാറ്റാബേസിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ശരിക്കും നമുക്കുള്ള ബേസിക് ആയിട്ടുള്ള 4 APIs, ഗെറ്റും പോസ്റ്റും പുട്ടും ഡിലീറ്റും. അപ്പോൾ നമുക്ക് ഒരു റിക്വസ്റ്റിന്, ഒരു HTTP റിക്വസ്റ്റിന്, അത് നമ്മൾ പോസ്റ്റ്മാനിൽ വിളിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ അതിന് ഒരു മെത്തേഡ് ഉണ്ടാവും, HTTP മെത്തേഡ് ഉണ്ടാവും, URL ഉണ്ടാവും. പിന്നെ അത് കൂടാതെ ഞാനിവിടുന്ന് ഇപ്പോൾ ഈ ഗെറ്റ് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? പ്രോഡക്ട്സിനെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ഒരു അരയാണ് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. എനിക്കിവിടെ ഇപ്പോൾ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് വെച്ചിട്ടാണോ സെർച്ച് ചെയ്യുന്നത് അത് ഡീറ്റെയിൽസ് അവർ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഡീറ്റെയിൽസെല്ലാം അവർ പാസ് ചെയ്യുന്നത് ഗെറ്റിന് നമ്മൾ ഒരിക്കലും ബോഡി സെക്ഷനിൽ ഡാറ്റ പാസ് ചെയ്യൂല. ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് എനിക്കിതേപോലെ സെർച്ച് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ ബാക്ക് പാക്ക് എന്നുള്ളതാണ് ഒരാൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സെർച്ച് ഈക്വൽ ടു ബാക്ക് പാക്ക്. ഇനി അതേപോലെ ബ്രാൻഡും കൂടെ അയാൾ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാൻഡ് ഈക്വൽ ടു, ഇപ്പോൾ ഞാൻ അഡിഡാസ് ആണെന്നുണ്ടെങ്കിൽ അഡിഡാസ്. ഇനി അതേപോലെ പ്രൈസ് റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ഫ്രം എന്നുള്ളതിന് P ഫ്രം ഈക്വൽ ടു 1000 കൊടുത്തു. അതേപോലെ പ്രൈസ് ടു അതിൻ്റെ അപ്പർ ലിമിറ്റ് ഞാനിപ്പോൾ ഒരു 5000 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ എനിക്ക് എത്ര പാരാമീറ്ററിനെ വേണമെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു കീ, അതിനൊരു വാല്യൂ, പിന്നെ മൾട്ടിപ്പിൾ അങ്ങനത്തെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആംപ്രസൻറ്റ് വെച്ചുകൊണ്ട് ആൻഡ് എന്ന് കൊടുക്കുന്ന നമ്മൾ ആംപ്രസൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കമ്പൈൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വറി പരാം എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് അതിന് ശേഷം കീ വാല്യൂ പെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ക്വറി പരാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് URL ആണെങ്കിലും ഗെറ്റും പോസ്റ്റിൻ്റെയും പുട്ടിൻ്റെയും ഡിലീറ്റിൻ്റെ ഒക്കെ URL ആണെങ്കിലും നമുക്ക് ക്വറി പരാം നമുക്ക് ഏതിനും ആണെങ്കിലും കൊടുക്കാൻ പറ്റും. അതെല്ലാത്തിനും അക്സെപ്റ്റബിൾ ആണ്. ബാക്ക് എൻഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഈ ക്വറി പരാം റീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പോസ്റ്റ് API ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ കൊടുക്കുന്ന ഡാറ്റ അതും റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വറി പരാം. ക്വസ്റ്റ്യൻ മാർക്ക് കീ വാല്യൂ പെയർ വെച്ചു, എന്നിട്ട് മൾട്ടിപ്പിൾ വരുന്നുണ്ടെങ്കിൽ ഈ ആൻഡ് സിമ്പിൾ അല്ലെങ്കിൽ ആംപ്രസൻറ്റ് സിമ്പിൾ വെച്ചുകൊണ്ട് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ കൊടുക്കുന്നതാണ് ബാക്ക് എൻഡിക്ക് ഡാറ്റ കൊടുക്കുന്നതാണ് ഈ ക്വറി പരാം എന്ന് പറയുന്നത്. ബോഡി സെക്ഷനിൽ കൊടുക്കുന്നതാണ് നമ്മളിങ്ങനെ ബോഡി സെക്ഷനിലായിട്ട് കൊടുക്കുന്നത് നമ്മൾ ബോഡി തന്നെയാണ് പറയുക. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഡാറ്റകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്, പോസ്റ്റ്മാനിൽ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് പോസ്റ്റ്മാൻ എന്നാണെങ്കിലും ക്ലയൻറ്റ് സൈഡ് ആപ്ലിക്കേഷൻ എന്നാണെങ്കിലൊക്കെ ഇതുപോലെ തന്നെയാണ്. ക്വറി പരാമായിട്ട് തന്നെ പാസ് ചെയ്യാം, ബോഡി ആയിട്ട് തന്നെ പാസ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും, സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ,
പിന്നീട് അപ്പോൾ നമുക്ക് 2 മെത്തേഡായി. ഫ്രണ്ട് എൻഡ് നിന്ന് ബാക്ക് എൻഡൊക്കെ ഡാറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്വറി പരാമം ഉണ്ട്. പിന്നെ പോസ്റ്റോ പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ആയിട്ടും കൊടുക്കാൻ പറ്റും. അത് കൂടാതെ നമുക്ക് ഹെഡറായിട്ട് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹെഡർ എന്ന് പറയുന്നത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഹെഡർ എന്ന് പറയുന്നത് HTTP നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ സെർവർക്ക് അയക്കുന്ന റിക്വസ്റ്റിന് നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് സെർവർക്ക് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഈ ക്വറി പരാമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അങ്ങനെ കൊടുക്കുന്നത്, കീ വാല്യൂ പെയറായിട്ട് കൊടുക്കുന്നതാണ് ക്വറി പരാമ. രണ്ടാമത്തെ മെത്തേഡ് പോസ്റ്റും പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി ആയിട്ട് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തത് നമ്മൾ കൊടുക്കുന്ന മെത്തേഡാണ് HTTP ഹെഡർ. അപ്പോൾ ഒരു HTTP റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു ബോക്സ് പോലെ കൺസിഡർ ചെയ്യാം. ആ ബോക്സിൽ അതിൻ്റെ ഏറ്റവും കോർ ഡാറ്റ കീപ്പ് ചെയ്യാനുള്ള, ബോഡി കീപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹെഡർ സെക്ഷൻ ഉണ്ട്. അതുകൂടാതെ പിന്നെ ഒരു ബോക്സും ഉണ്ട്. ഇങ്ങനെയുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡിയിൽ നമുക്ക് ഡാറ്റ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡാറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു 10 റെക്കോർഡാണെങ്കിലും 20 റെക്കോർഡാണെങ്കിലൊക്കെ നമുക്ക് എത്ര ഫീൽഡുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലും, ഇപ്പോൾ ഒരാൾ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഒരു 20 ഫീൽഡുള്ള രജിസ്ട്രേഷൻ ഫോം ആണെങ്കിലൊക്കെ നമുക്ക് ബോഡിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ക്വറി പരാമിൽ നമ്മൾ വളരെ കുറച്ച് പരാംസം മാത്രമേ, ഇതേപോലത്തെ പരാംസം മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. പിന്നുള്ളത് നമുക്ക് HTTP ഹെഡറാണ്. HTTP ഹെഡർ നമുക്ക് ഇതേപോലെ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കീ വാല്യൂ പെയർ ആണ്. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരാളെ ലോഗിൻ ചെയ്ത യൂസറാണ്. ഈ യൂസർ ആരാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള യൂസർ ID നമുക്ക് ഇതേപോലത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം ഇത് ക്വറി പരാമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും, സിമ്പിളായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ HTTP ഹെഡർ ആണെങ്കിൽ അത്ര സിമ്പിളായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഡീറ്റെയിൽസ്, അതേപോലെ ഒരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു ടോക്കൺ കിട്ടും. യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് കറക്റ്റ് ലോഗിൻ ആണെങ്കിൽ അയാൾക്കൊരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ വെച്ചിട്ടാണ് പിന്നീട് ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് എല്ലാ റിക്വസ്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ ആ ടോക്കൺ അറ്റാച്ച് ചെയ്യും. ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ സെർവറിന് മനസ്സിലാവും ഇയാൾ ആരാന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണല്ലോ. ജസ്റ്റ് ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ടോക്കൺ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓതറൈസേഷൻ എന്ന് പറയുന്ന ഒരു കീ വെച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു ടോക്കൺ ഇവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടോക്കണെല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് എന്താവും, സെർവർക്ക് പോകും. അപ്പോൾ സെർവറിന് ക്ലയൻറ്റിൽ നിന്ന് സെർവർക്ക് പാസ് ചെയ്യാനുള്ള 3 മെത്തേഡുകളാണ് ക്വറി പരാമും ബോഡിയും HTTP ഹെഡറും. പിന്നെ ഒന്നും കൂടെ ഉണ്ട് കുക്കി എന്ന് പറയുന്നത്. കുക്കി നമ്മൾ പിന്നീട് നോക്കും. അത് ബ്രൗസറിൽ മാത്രമേ കുക്കി അവൈലബിൾ ഉള്ളൂ, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ക്വറി പരാമ്, ബോഡി, HTTP ഹെഡർ, ഈ 3 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡാറ്റ വരുന്നത്, ഇപ്പോൾ നമുക്ക് റെസ്പോൺസിൽ ഡാറ്റ വരുന്നതാണെങ്കിലോ, റെസ്പോൺസിലാണെങ്കിൽ നമുക്ക് ഡാറ്റ വരിക ഒന്നുകിൽ നമുക്ക് ബോഡിയിൽ വരും. ഇപ്പം നമ്മൾ ഈ കാണുന്നതെല്ലാം ബോഡിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസ്പോൺസിൻ്റെ ഇവിടെ ബോഡി സെക്ഷനിലാണ് ഈ ഡാറ്റ എല്ലാം വരുന്നത്. ഓക്കെ, അത് കൂടാതെ അവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡറായിട്ട് നമ്മൾ ഇവിടുന്ന് ഹെഡർ അങ്ങോട്ട് പാസ് ചെയ്യുന്ന പോലെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഹെഡർ പാസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുന്ന ഹെഡറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹെഡർ പാസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ റെസ്പോൺസിന് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബോഡിയും ഉണ്ട്, അതേപോലെ നമ്മൾ ഹെഡറും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുക്കീസും അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാനും അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാനും നമുക്ക് കുക്കീസിനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അതാണ് നമ്മൾ പോസ്റ്റ്മാൻ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളൊരു APIനെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ.